ഇപ്പോൾ ഈ ഒരു അജണ്ട നടത്തിക്കൊണ്ട് പോകുന്നത് സീനിയർ ജേർണലിസ്റ്റുകളല്ല, ജൂനിയർ ജേർണലിസ്റ്റുകളാണ്. ഒരു 30 വയസ്സിൽ താഴെയുള്ള ഫീൽഡിൽ റിപ്പോർട്ടർ അത് ഇത് നടക്കുന്നത്. ഇവരാണ് ഇപ്പോൾ ഈ നരേറ്റീവ് കൊണ്ടുപോകുന്നത്. എഡിറ്റോറിയൽ വിഭാഗത്തിലിരിക്കുന്നവർ കുറേശ്ശെ മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇനിയും ഒരുപാട് പേര് മാറാനുണ്ട്, ബട്ട് മെല്ലെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ റിട്ടയേർഡ് ജേർണലിസ്റ്റുകളുണ്ടല്ല, അവർ ഡിബേറ്റിലൊക്കെ വരുവാണ് ഇവിടെയൊക്കെ, അവരുടെ സംസാരം നോക്കിയോ, അവർ ഈ ഒരു ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ നടത്തില്ല BJPക്കെതിരെ. കാരണം അവരുടെ ഉള്ളിൽ ഇത് ശരിയല്ലല്ലോ, ദേ ആർ റൂളിങ് ദ കൺട്രി, അല്ല അവർ എന്ത് വർഗീയ. അപ്പോൾ അവർക്ക് ഈ 1950 മുതലുള്ള കഥകളൊക്കെ അറിയാം. അത് വെച്ചിട്ട് അവർ പറയും, നീ എന്താ പറയുക, നീ ജനസംഘത്തിൻ്റെ കൂടെ കൂടിയതല്ലേ. ഇത് പറയുമ്പോൾ എപ്പോൾ, കാരണം ഇവൻ ജനിച്ചിട്ട് പോലുമില്ല 67. ആ സമയത്ത് ഇവർ ജനസംഘവുമായിട്ട് കൂട്ടായിരുന്നു എന്നിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി. ഇങ്ങനെ സീനിയർ ജേർണലിസ്റ്റുകൾ ന്യൂട്രലായിക്കൊണ്ടിരിക്കുന്നു. ജൂനിയേഴ്സിനാ ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ SFI. അപ്പോൾ അത് അവരുടെ TV പ്രതിഫലിക്കുന്നു. വൺ ഡേ ദിസ് വിൽ ഹാപ്പൻ. SDPI ലെജിറ്റിമസി നേടും, സംഘപരിവാറിൻ്റെ അൺടച്ചബിലിറ്റി കുറഞ്ഞു വരും. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ സമയമെടുക്കും. കാരണം സംഘപരിവാർ അവർക്ക്, SDPI അവർക്ക് പ്രശ്നമല്ലെന്നേ. ഈ ഞാൻ പറയട്ടെ, കേരളത്തിൽ മാത്രമായിട്ട് ഒരു ഇസ്ലാമിക ഭരണം വരാൻ സന്തോഷമായിട്ട് സമ്മതിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകർക്ക്. ഒരു കുഴപ്പമില്ല. ദ ഡെപ്ത് ഓഫ് ദെയർ ഫോൾ ഭീകരമാണ്. അപ്പോൾ അത് ദാറ്റ് വിൽ ഗിവ് ലെജിറ്റിമസി ടു SDPI. ഇപ്പം എന്താ നിങ്ങളുടെ ആ ഒരു കല്യാണം നടന്നല്ലോ, ഏതാ ഒരു പെങ്കൊച്ച്, അത് അയാൾ മുസ്ലിം ആയതുകൊണ്ടല്ലേ അത് വലിയ ആഘോഷമായത്. അയാളും ഹിന്ദു തന്നെയായിരുന്നു വെച്ചോ. മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഹിന്ദു ഓടി വരുന്നു, മധ്യപ്രദേശിൽ നിന്നൊരു ഹിന്ദു ഓടി വരുന്നു. ആണും പെണ്ണും ഹിന്ദുവാണ്. ഇവിടെ കല്യാണം കഴിച്ച് കൊടുക്കുക, നമ്മൾ പോവുക, രജിസ്റ്റർ മാരേജ് നടത്താൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. ഈ ഹിന്ദുവിനും മുസ്ലിമിനും മാത്രമല്ല, ഹിന്ദുവിനും കൂടെ ഒളിച്ചോടാനല്ല, എത്രയോ പേര് അങ്ങനെ ഒളിച്ചോടിയിരിക്കുന്നു. നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ കാര്യമാണ്. ബട്ട് ഇത് ആഘോഷിക്കപ്പെട്ടു. ഒളിച്ചോടുന്ന പിള്ളേരെ കല്യാണം കഴിക്കുന്നതോ കല്യാണം കഴിപ്പിക്കുന്നതോ വലിയ കാര്യമല്ല. ബട്ട് ഇത് ആഘോഷിക്കാൻ കാര്യം ആ ചെറുക്കൻ മുസ്ലിം ആയതുകൊണ്ടാണ്. ആ ചെറുക്കനും ഹിന്ദു ആണെങ്കിൽ അത് വിഷയമേ അല്ല. പിന്നെ ചെറുക്കൻ ഹിന്ദുവും പെണ്ണ് മുസ്ലിമും ആണെങ്കിലും എന്നാൽ പിന്നെ വായുജത്തിന് തല്ല് കിട്ടും. എൻ്റെ കാര്യം പറയണ്ട, നമ്മളെ ചുമ്മാ അങ്ങ് തല്ലും വഴിയിൽ വെച്ച്.